സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു 3 കാർഡ് സ്പ്രെഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ പൊതുവായ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾക്കോ ഇപ്പോൾ നമ്മൾ എന്താണ് നിലവിൽ അറിയേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ്. അപ്പോൾ ആദ്യത്തെ കാർഡ് വന്നത് 5 ഓഫ് സോർട്സ് ആണ്. ഈ 5 എന്നുള്ള നമ്പേഴ്സ് എല്ലാം കൂടി 5 ഉള്ള കാർഡുകളൊക്കെ സാഡ്നെസ്സിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ഇവിടെ 5 ഓഫ് സോർട്സ് വന്നാൽ ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഡിസഗ്രിമെൻ്റ് ഒക്കെ വരുന്ന കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വിജയം നേടില്ല. അതായത് കൗരവന്മാരുടെ വിജയം, അതായത് ഒരു സ്വാർത്ഥ താല്പര്യത്തിലൂടെ വിജയം നേടിയ കാർഡാണ്. കോൺഫ്ലിക്റ്റിലൂടെ, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കോൺഫ്ലിക്റ്റിലൂടെ, ഡിസഗ്രിമെൻറ്റിലൂടെ വിജയം നേടിയ ഒരു കാർഡാണ് ഇവിടെ 5 ഓഫ് സോർട്സ്. അതായത് കൗരവരുടെ വിജയത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്ത് കാഴ്ചപ്പാടാണ് നമ്മളപ്പോൾ സ്വീകരിക്കേണ്ടത് നോക്കുമ്പോൾ മിഡിൽ കാർഡ് ഇത് ടെമ്പറൻസ് ഉള്ള കാർഡാണ്. ടെമ്പറൻസ് ഉള്ള കാർഡ് മേജർ ആർക്കാന കാർഡാണ്, ആധ്യാത്മിക കാർഡാണ്, യൂണിവേഴ്സൽ ഡിസിഷനാണ്. അപ്പോൾ എന്താണ്, അതിലൊരു ഏഞ്ചലിക് ഫിഗറാണ്, ഒരു മാലാഖയാണ്, ഹൈലി ഇൻറ്റ്യൂട്ടീവാണ്. അതായത് ഒരുപാട് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയ ശേഷം വരുന്ന കാർഡാണ് ഈ ടെമ്പറൻസ് ഉള്ള കാർഡ്. അതാണല്ലോ നേരത്തെ കോൺഫ്ലിക്റ്റും ഡിസഗ്രിമെൻറ്റും ഒക്കെ കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ഈ ടെമ്പറൻസ് ഉള്ള കാർഡ് പറയണത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക, മിതത്വം പാലിക്കുക, ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോവുക, കാമായിരിക്കുക, പ്രാക്ടിക്കലായിരിക്കുക. ഇപ്പോൾ ക്ഷമിക്കേണ്ട സമയമാണ്, ക്ഷമിച്ചു കൊടുക്കുക. അതായത് മിതത്വം പാലിക്കുക, കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ടെമ്പറൻസ് ഉള്ള കാർഡ് പറയണത്. അടുത്ത കാർഡ് ഇപ്പോൾ എന്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ചോദിച്ചപ്പോൾ ഏസ് ഓഫ് കപ്സ് എന്നുള്ള കാർഡാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്സ് ഇമോഷൻസിൻ്റെയാണ്. പുതിയ സ്നേഹബന്ധങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ, അതിനെ സ്വീകരിക്കുക. പിന്നെ ഇവിടെ ഒരു ഗോൾഡൻ നിറത്തിലുള്ള കപ്പ് കാണണം, ഗോൾഡൻ ചാലിസ് പറയും. അതായത് യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ അത്താഴത്തിന് ഉപയോഗിച്ച കപ്പാണ്. അതിലേക്ക് ഒരു പ്രാവ് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ അതൊരു പുതിയ സ്പിരിച്വലായിട്ടുള്ള ഉണർവിനെയും കൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ പുതിയതായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള ഉണർവ് ഉണ്ടാവുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പുതിയ സൗഹൃദം, പുതിയ സ്നേഹബന്ധമൊക്കെ വരിക, അതിനെ സ്വീകരിക്കുക, അതിലേക്ക് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ടാരോയുടെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.